സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി KP ശങ്കരദാസിനെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ശങ്കരദാസിന്റെ ആരോഗ്യനിലയിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി KP ശങ്കരദാസിനെ സെൻട്രൽ ജയിലിൽ എത്തിച്ചിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നു. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ആദ്യം സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. അതിന് പിന്നാലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ശങ്കരദാസിന്റെ അറസ്റ്റ് വൈകുന്നതിലടക്കം ഹൈക്കോടതി വലിയ രീതിയിലുള്ള അതൃപ്തി രേഖപ്പെടുത്തുന്നതൊക്കെ കണ്ടിരുന്നു. എന്തുകൊണ്ടാണ് വൈകുന്നത്? ശങ്കരദാസിന്റെ മകൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ടാണോ അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ നിന്ന് വന്നിരുന്നു. എന്തായാലും ആ വിമർശനങ്ങൾക്കൊക്കെ ഒടുവിലായിരുന്നു ശങ്കരദാസിന്റെ അറസ്റ്റ് ഉണ്ടാവുകയും പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയിൽ മാറ്റുകയും ചെയ്തത്. അതിന് പിന്നാലെ ഇപ്പോൾ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന മെഡിക്കൽ റിപ്പോർട്ടിനെ തുടർന്ന് ജയിലിലേക്ക് മാറ്റുകയാണ് ശങ്കരദാസിനെ. വിവരങ്ങൾ നൽകാൻ IVP സഫാൻ ചേരുകയാണ്. സഫാൻ, എന്താണ് മെഡിക്കൽ റിപ്പോർട്ടിലുള്ളത്? വിശദാംശങ്ങൾ എന്താണ്? അപ്പോൾ അതിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന വിലയിരുത്തലിനെ തുടർന്നാണോ ജയിലിലേക്ക് മാറ്റുന്നത്? നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ ശങ്കർദാസിന്റെ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിനെ തുടർന്നാണ് അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. നേരത്തെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു നിർണായക അറസ്റ്റായിരുന്നു കോടതിയുടെ കൂടി ശാസനയ്ക്ക് വിധേയമായി ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതര വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ശങ്കർദാസ് ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് റിമാൻഡിലായിരുന്നു, ആശുപത്രിയിൽ കടക്കെ റിമാൻഡിലായ ഒരാളായിരുന്നു ശങ്കർദാസ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ ദേവസ്വം ബോർഡ് അംഗമായിരുന്നു ശങ്കർദാസ്. അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ആശുപത്രിയിലെത്തി SIT സംഘം രേഖപ്പെടുത്തുകയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടതിയുടെ തന്നെ ഒരു നിർദ്ദേശപ്രകാരം ശാസനയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ശങ്കർദാസിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. സ്വർണ്ണപ്പാളി കേസിൽ ഈ സ്വർണം കടത്തുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഈ രേഖ തയ്യാറാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിയാണെന്ന് കണ്ടെത്തിയ കേസിലെ 4ാം പ്രതിയാണ് ശങ്കർദാസ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ അല്പം സമയം മുൻപ് ആശുപത്രിയിൽ നിന്ന്, ആംബുലൻസിൽ നിന്ന് ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതിൻ്റെ എക്സ്ക്ലൂസീവ് വിഷ്വലാണ് ഇപ്പോൾ മീഡിയ വൺ സംപ്രേഷണം ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള 4ാം പ്രതിയാണ്. ഒരു രാഷ്ട്രീയ അറസ്റ്റ് കൂടിയാണ്. CPI പ്രതിനിധിയായിട്ടായിരുന്നു 2019 ദേവസ്വം ബോർഡ് അംഗമായിട്ട് ശങ്കർദാസ് എത്തുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്തു നിന്ന്, ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് കർശന വിമർശനമുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് SIT സംഘം ഈ സ്വകാര്യ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏതായാലും ആശുപത്രിയുടെ ഒരു റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ആംബുലൻസ് ഈ ശങ്കർദാസിനെ ഇപ്പോൾ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ദിവ്യ, ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന മെഡിക്കൽ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ശങ്കരദാസിനെ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്.